വർഷങ്ങൾക്ക് മുമ്പ് 4ാം ക്ലാസ്സിൽ പഠിച്ച വേലിയേറ്റവും വേലിയിറക്കവും എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങിയതായിരുന്നു. ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന ചന്ദ്രൻ മാസത്തിൽ 14 ദിവസം ഭൂമിയുടെ ഒരു ഭാഗത്തും ബാക്കി 14 ദിവസം മറുഭാഗത്തുമായിരുന്നു. 14ാമത്തെ ദിവസം പൂർണ്ണചന്ദ്രനായിരിക്കുമ്പോൾ കടലിലെ ജലനിരപ്പ് ഉയരുകയും അതുവഴി കടലും പുഴയും ചേരുന്ന പുഴയിലെ ജലനിരപ്പും ഉയരുകയും ചെയ്യും. ഈ പ്രതിഭാസത്തെ വേലിയേറ്റമെന്നും പിന്നീട് ചന്ദ്രൻ മറഞ്ഞ് കറുത്ത ഭാഗമാകുമ്പോൾ കടലിലെയും പുഴയിലെയും ജലനിരപ്പ് താഴ്ന്നു പോവുകയും ചെയ്യും. ഈ പ്രതിഭാസത്തെ വേലിയിറക്കമെന്ന് പറയുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിന്ധു നദീകരയിൽ ജീവിച്ച ഒരു കൂട്ടം കർഷകർക്ക് ഇതെല്ലാം അന്നു തന്നെ വ്യക്തമായി അറിയാമായിരുന്നു. അവരെ അൽ ഹിന്ദ് എന്ന് വിളിച്ചിരുന്നു. കർഷകരായിരുന്ന അവരുടെ മുഖ്യ ശത്രു പന്നികളായിരുന്നു. കൃഷിഭൂമികളെല്ലാം തുരന്നു തിന്നുന്ന പന്നികൾ, കാർഷിക വിളകളെല്ലാം തിന്നു തീർക്കുന്ന പന്നികൾ. ഈ പ്രപഞ്ചത്തിന്റെ ആ കാലഘട്ടങ്ങളിലായിരിക്കാം ചില മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭൂമി കറങ്ങുന്നതിൻ്റെ വേഗത ക്രമാതീതമായി വളരെ കൂടിക്കൊണ്ടിരുന്നതായി പറയപ്പെടുന്നു. സ്വാഭാവികമായും ചന്ദ്രന്റെ വേഗത കുറഞ്ഞുകൊണ്ടിരുന്നു. ക്രമേണ ഭൂമിയും ചന്ദ്രനും ഒരേ വേഗത്തിൽ കറങ്ങുകയും ഭൂമിയുടെ ഒരു ഭാഗത്ത് മാത്രം ചന്ദ്രൻ കാണപ്പെടുകയും ചെയ്തിരുന്നു. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഭാഗത്ത് 28 ദിവസവും പൂർണ്ണചന്ദ്രനും മറുഭാഗത്ത് 28 ദിവസവും അമാവാസിയും. സിന്ധു നദീ തീരത്ത് ജീവിച്ചിരുന്ന കർഷകർ ഇതിനെ ഇരുണ്ട യുഗം എന്ന് വിളിച്ചിരുന്നു. പുഴകളെല്ലാം വറ്റി വരളാൻ തുടങ്ങി. കാർഷിക വിളകൾ ഇല്ലാതാകാൻ തുടങ്ങി. കടലിലെ ജലനിരപ്പ് താഴ്ന്നു ജലമെല്ലാം ഒഴുകി ചന്ദ്രൻ നിൽക്കുന്ന ഭാഗത്തേക്ക് പോയി തുടങ്ങി. കുറച്ചു കാലങ്ങൾ കൊണ്ട് ഭൂമിയുടെ ഒരു ഭാഗത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആ ഭാഗത്ത് ജലനിരപ്പ് ആകാശത്തോളം ഉയരുകയും ചെയ്തു. ആ ഭാഗത്തുള്ള സർവ്വ ജീവജാലങ്ങളും മറുകരയിലെത്തുകയും ചെയ്തു തുടങ്ങിയിരുന്നു. അതികഠിനമായ വരൾച്ചയും കാർഷിക വിളകളെല്ലാം പന്നികൾ തുരന്നു തീർക്കുകയും തുടങ്ങിയിരുന്നു. അവറ്റകൾ ഭൂമിയിൽ ദുരന്തങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അവ വലിയ ഗർത്തങ്ങളും കനാലുകളുമായി മാറിക്കൊണ്ടിരുന്നു. ആ കാലഘട്ടമെല്ലാം ഭൂമിയിൽ വെള്ളം നിലനിരുന്ന ഒരേയൊരു സ്ഥലം ചന്ദ്രൻ നിൽക്കുന്ന ഭാഗത്തു മാത്രമായിരുന്നു. പന്തുപോലെ കാണപ്പെട്ടിരുന്നു. വെള്ളത്തിനു മുകളിൽ ഭൂമി ഒരു പന്തുപോലെ കാണപ്പെട്ടിരുന്നതായി സങ്കല്പിക്കപ്പെട്ടിരുന്നതായി പറയപ്പെടുന്നു. കുറച്ചു കാലത്ത് ഈ പ്രതിഭാസത്തിനു ശേഷം ഭൂമിയുടെ വേഗത ക്രമേണ കുറഞ്ഞു വരികയും ചന്ദ്രന്റെ വേഗത കൂടുകയും ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് സാവധാനത്തിൽ മാറ്റം വന്നുകൊണ്ടിരുന്നതായും കാലങ്ങൾക്ക് ശേഷം ഭൂമിയും ചന്ദ്രനും സ്വാഭാവികമായ പഴയ വേഗതയിലും ചലനക്രമത്തിലും എത്തിയിരിക്കുന്നതായും പറയപ്പെടുന്നു. ആ സമയങ്ങളിലെല്ലാം സിന്ധു നദിയെല്ലാം അപ്രത്യക്ഷമായിരുന്നു. ആ പന്നികൾ ഉണ്ടാക്കിയ ഭൂഗർഭ കനാലുകൾ വഴി, ഗർത്തങ്ങൾ വഴി വെള്ളം കർഷകർക്ക് കിട്ടിത്തുടങ്ങിയിരുന്നു. അതുവഴി കർഷകർ വീണ്ടും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടു. ആ സമയത്ത് അവിടെ ജീവിച്ചിരുന്ന അവർ വിശ്വസിച്ചിരുന്നത് ഈ പന്നികൾ കനാലുകളും ഗർത്തങ്ങളും ഉണ്ടാക്കിയതിനാലാണ് അവർക്ക് വെള്ളം ലഭിച്ചത് എന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് പന്നികളെ അവർ ദൈവങ്ങളായി കണ്ടു.
ആരാധനാമൂർത്തികളായിക്കൊണ്ട് നടക്കേണ്ടത്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആൾക്കാരുടെ അറിവ് വെച്ച് കടൽ ആകാശത്തേക്ക് ഉയർന്നു പൊങ്ങിപ്പോയി എന്നും ഭൂമി താഴെ നിലകൊണ്ടിരുന്നു എന്നുമാണ്. പിന്നീട് പന്നികൾ ഭൂമി തുരന്നു വെള്ളം താഴ്ന്നു ഭൂമിയിലേക്ക് വന്നതാണെന്നും അവർ വിശ്വസിച്ചിരുന്നു. കാലങ്ങൾക്ക് ശേഷം സിന്ധു നദീതട സംസ്കാരത്തിന്റെ ഉടമകളെ അൽ ഹിന്ദ് എന്ന് വിളിച്ചിരുന്നു. അവരെ പിന്നീട് ഹിന്ദുക്കൾ എന്ന് വിളിക്കേണ്ടത്. അപ്പോഴെല്ലാം ഈ പന്നികൾ അവരുടെ ദൈവമായി തന്നെ നിലകൊണ്ടിരുന്നു. കാലങ്ങളേറെ കഴിഞ്ഞെങ്കിലും പന്നികൾ ആരാധനാമൂർത്തികളായി തന്നെ നിലകൊണ്ടു. ഇന്നും അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുക്കൾ ദൈവത്തിന്റെ ആരാധനാമൂർത്തിയായി വരാഹമൂർത്തിയായി ആരാധിക്കുന്നത്. കടലിൽ നിന്നും ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന ഭൂമിയെ കടലിൽ നിന്നും ഉയർത്തിക്കൊണ്ട് നിൽക്കുന്ന വരാഹമൂർത്തിയെ കാണുമ്പോൾ പലർക്കും ഇന്നും സംശയമാണ്. ഭൂമിയിലല്ലേ കടൽ, അല്ലാതെ കടലിലല്ലോ ഭൂമി. ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന പല പ്രതിഭാസങ്ങളും ആളുകളുടെ യുക്തിക്കും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം കന്യാകുമാരിയിലെ ത്രിവേണി സംഗമത്തിൽ ഒരേ സമയം ഒരു ഭാഗത്ത് ഉദയവും മറുഭാഗത്ത് അസ്തമയവും കാണപ്പെടുന്നത്. അതുപോലെ ഫിൻലാൻഡിലെ ചില ഭാഗങ്ങളിൽ ആഴ്ചകളോളം സൂര്യൻ അസ്തമിക്കാതിരിക്കുന്നത്, ഗ്രീൻലാൻഡ് പോലുള്ള ഭാഗങ്ങളിൽ സൂര്യനേ ഇല്ലാതിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മലയാളികൾക്ക് വേലിയേറ്റവും വേലിയിറക്കവും വേലയും പൂരവും ദൈവത്തിൻ്റെ സ്വന്തം നാടിൻ്റെ സ്വന്തക്കാരനായ ഞാൻ എല്ലാം ഒരു യുക്തിയുമില്ലാതെ ജീവിക്കുന്നത് ശരിയാണ്.